വി.ഡി. സതീശൻ INTUC തർക്കത്തിൽ പരിഹാരമായില്ല. INTUCയെ സമൂഹമധ്യത്തിൽ മോശക്കാരാക്കിയ KPCC അധ്യക്ഷനോട് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പരാതിപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അണികളിൽ ആശങ്കയുണ്ടാക്കി. തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കണമെന്നും ചന്ദ്രശേഖരൻ ചർച്ചയിൽ K. സുധാകരനോട് പറഞ്ഞു. വി.ഡി. സതീശന്റെ നിലപാട് തിരുത്തണമെന്ന് KPCC പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ 12:30 മണിക്ക് തിരുവനന്തപുരത്ത് കേസരി മെമ്മോറിയൽ ഹാളിൽ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പറഞ്ഞേക്ക് അന്നേരം 12:30 മണിക്കല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ തയ്യാറാക്കാനുണ്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. INTUCയുടെ പ്രസിഡന്റ് അല്ലേ ഞാൻ. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. 12:30 പറയുമല്ലോ. 12:30 പറയും. ഞാൻ നിങ്ങളെ 12:30 കാണും. 12:30 നമ്മൾ കേസരി മെമ്മോറിയൽ ഹാളിൽ കാണും. എന്റെ മുഖത്തിന്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കാൻ പറ്റുമോ? യു ഡിസൈഡ്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, എന്നും ഹാപ്പിയാണ്, എന്നും ഹാപ്പിയാണ്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി KPCC അധ്യക്ഷൻ ചർച്ച നടത്തും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും സംതൃപ്തിയോടെയല്ല ചർച്ച കഴിഞ്ഞിറങ്ങിയതെന്ന് വാക്കുകളിൽ നിന്നും മുഖത്തു നിന്നും വ്യക്തം. എങ്ങനെ സമവായ ചർച്ച കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്നും നിലവിൽ മനസ്സിലാക്കപ്പെടുന്നു അല്ലേ? ചർച്ച കഴിയുന്നതുവരെ സമവായം ഉണ്ടായില്ല. അതിനുശേഷം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചന നടത്താനാണ് തീരുമാനം. എന്തായാലും ചന്ദ്രശേഖരൻ നിലപാടിൽ ഉറച്ചു നിന്നു. കാരണം ചന്ദ്രശേഖരന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അത് അണികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കി. അണികളുടെ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ അവയെല്ലാം സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമായി മാത്രം കണ്ടാൽ മതി. അതൊരു വലിയ തെറ്റായി കാണേണ്ടതില്ല. INTUCക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവന പിൻവലിക്കാതെ അല്ലെങ്കിൽ പരസ്യമായി പറയാതെ ഇതിനൊരു തീർപ്പില്ല എന്നുള്ള നിലപാട് ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റിനെ അറിയിച്ചു. KPCC പ്രസിഡന്റ് ഇനി വി.ഡി. സതീശനുമായി ആശയവിനിമയം നടത്തിയ ശേഷം വൈകിട്ടോടുകൂടി KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ INTUC സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണും. അതിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കും. എന്തായാലും ഇനിയും ഏകദേശം അരമണിക്കൂറോളം ശേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ നടത്താൻ ആകുമോ എന്നുള്ള ശ്രമവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കാരണം കായംകുളത്തായിരുന്ന പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് പ്രതിപക്ഷ നേതാവും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമായി കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മുൻപെല്ലാം കാണാറുണ്ടാവുന്ന പരസ്യ പ്രതികരണങ്ങളും തുടർന്ന് അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇതും പോകാനും സാധ്യതയുണ്ട്. എന്തായാലും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തും. അതിനുശേഷം KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും, പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണും. കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരിക്കും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തുക. എന്തായാലും R. ചന്ദ്രശേഖരൻ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. താൻ 3 മാസം മുൻപ് പണിമുടക്കിന്റെ കാര്യം KPCC അറിയിച്ചതാണ്. അപ്പോൾ ഒരു കാര്യവും KPCC ചോദിച്ചില്ല. പണിമുടക്കിന് ശേഷം എങ്ങനെയാണ് തള്ളിപ്പറയുന്നത് എന്നും INTUC സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം INTUC കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ്. അതൊരു സാങ്കേതികത്വം, അതായത് പോഷക സംഘടനയാണോ അല്ലയോ എന്നുള്ള ഒരു സാങ്കേതികത്തിൽ പിടിച്ചു തൂങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് KPCC അധ്യക്ഷൻ INTUC സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, അത് കൃത്യമായി നിലപാട് വ്യക്തമാക്കണം. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ പോലും INTUC കോൺഗ്രസിന്റെ ഭാഗമാണ് എന്നുള്ള നിലപാട് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് പറയും. അതോടുകൂടി ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത്. ഗോപി. ശരി ഉമേഷ്. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സോണിയാഗാന്ധിയാണെന്ന് KV തോമസ് ന്യൂസ് 18നോട്. AICC അംഗമായതിനാൽ തന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സോണിയാഗാന്ധിയാണ്. CPM പാർട്ടി കോൺഗ്രസ് പിണറായി വിജയൻ സർക്കാരിന്റെ പരിപാടിയല്ലെന്നും KV തോമസ് പറഞ്ഞു. തോമസ് മാഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു സെമിനാറിൽ അതിൽ മാഷ പങ്കെടുക്കും എന്ന രീതിയിലാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അറിയാനാവുന്നത്. എന്താണ് അതിലൊരു വാസ്തവം? ഈ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഞാൻ കത്തയച്ചത്. ഇത് പെർമിഷൻ ചോദിച്ച കത്തല്ല. അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ വിശദീകരണം. കാരണം ഇത് കേരളത്തിൽ നടക്കുന്നു എന്നതാണ്, അതല്ല സംസ്ഥാന പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ പരിപാടിയല്ലത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കത്താണ് അയച്ചിരിക്കുന്നത്.
ചില കാര്യങ്ങൾ കെ സി എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് അതാണ് ഞാൻ അവിടെ കൺവേ ചെയ്തിട്ടുണ്ട് CPM നേതൃത്വത്തോട്. അവർ തീരുമാനിച്ചു വരട്ടെ. ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു ഒത്തൊരുമയുടെ ഒരു സന്ദേശമൊക്കെ വരുമ്പോൾ ഈ സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു പിടിവാശി അങ്ങനെ പാടില്ല, അങ്ങനെ ഒരു കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്നു അല്ലെങ്കിൽ ഇപ്പോഴൊരു നേതൃത്വം പുലർത്തുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്? കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. ഞാൻ AICC മെമ്പർ കൂടിയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ 10-ാം തീയതി ഡൽഹിയിലുണ്ടായിരുന്ന സന്ദർഭത്തിലും കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ 2-3 തീയതികളിൽ താരിഖ് അൻവർ വന്നപ്പോൾ ഞങ്ങളിതെല്ലാം സംസാരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമയമുണ്ട്. 9-ാം തീയതിയാണ് ഇത് ഒരു ചർച്ചാ സമ്മേളനമാണ്. അതിൻ്റെ അകത്ത് സ്റ്റാലിൻ വരുന്നുവെന്നാണ് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ ഒരു സന്ദേശം. സ്റ്റാലിനുമായിട്ട് കോൺഗ്രസിന് നല്ല ബന്ധമുണ്ട് DMK-ആയിട്ട്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസും CPM തമ്മിൽ 2 ചേരികളിലായിട്ട് നിൽക്കുകയാണ്. അവിടെ സമരങ്ങളും സ്വാഭാവികമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്നത്. CPM നേതൃത്വത്തിന് ഈ കാര്യങ്ങൾ അറിയാം. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇത് സംബന്ധിച്ച് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തെ അടക്കം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയൊരു ഇടപെടൽ ഒരുമിച്ചുണ്ടാകേണ്ട ഒരു കാലത്താണ് ഉള്ളതെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. അക്കാര്യത്തിലുള്ളൊരു ചർച്ചകൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ KV തോമസ് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പങ്കെടുക്കില്ലെന്ന് ഇതുവരെ KV തോമസ് അറിയിച്ചിട്ടില്ല എന്നും ജയരാജൻ പറഞ്ഞു. 9-ാം തീയതിയത്തെ സെമിനാറിൽ KV തോമസ് മാത്രമല്ല, 7-ാം തീയതിയത്തെ സെമിനാറിൽ ശശി തരൂറും അവർ രണ്ടുപേരും നേരിട്ട് ഇതുവരെ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പങ്കെടുക്കില്ലെന്ന് ഇവർ നേരിട്ട് അറിയിക്കാത്ത പശ്ചാത്തലത്തിൽ ശശി തരൂറും KV തോമസും പങ്കെടുക്കും എന്ന് തന്നെയാണ്. പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും KV തോമസ് മാത്രമല്ല, പലരും വരും പാർട്ടി കോൺഗ്രസിൽ നിന്നും, പാർട്ടിയിലേക്കും പലരും വരുമെന്നും EP ജയരാജൻ ന്യൂസ് 18 പറഞ്ഞു. ഒരുപാട് ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ KV തോമസിനെയും ശശി തരൂരിനെയും ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ കലാസാഹിത്യ രംഗത്തെ പ്രമുഖ വ്യക്തികളെയും എല്ലാം ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ വരും. ഞങ്ങൾ വിട്ടുപോയ ആളുകളും ഞങ്ങളോടൊപ്പം തന്നെ വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റുകളുടെ ആവർത്തനയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതവർക്ക് വലിയ ദോഷം ചെയ്യും. KV തോമസ് നേരത്തെ CPM-ലേക്ക് വരുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ. അത്തരം എന്തെങ്കിലും ചർച്ചകളുണ്ടോ KV തോമസിന് ഇപ്പോഴത്തെ വിവാദം? എല്ലാവരും വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. KV തോമസ് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നാണ്. ആര് വരുന്നതിന് ഞങ്ങളിപ്പോൾ തടസ്സമില്ല. മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാനുള്ള സാധ്യതകളുണ്ടാകും. ആ മേഖലയിൽ ഇനിയും കൂടുതൽ സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകൾ, സഹകരണ മേഖലയുടെ വിപുലവും വിശാലവുമായ സാധ്യതകൾ, അത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള പ്രമുഖരായ സഹകാരികളെയും സാമ്പത്തിക വിദഗ്ധരെയും മറ്റ് പ്രതിഭാശാലികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റ് കൾച്ചറൽ പ്രോഗ്രാം വിവിധ തലങ്ങളിൽ സംഘടിപ്പിക്കും. എത്തിച്ചേരുന്നവർക്കൊക്കെ ഏറെ സഹായകരമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രദർശനമാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ 16,112 സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലും 7,000-ഓളം ഫങ്ഷണൽ സൊസൈറ്റികൾ കൂട്ടിച്ചേർത്താൽ 23,000-ൽ പരം സംഘങ്ങളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കേരളത്തിലെ ഒരു വലിയ സംരംഭമായി അതിനെ മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മുട്ടിൽ മരമുറി നടന്നതെന്ന് തെളിഞ്ഞിരിക്കുക. പിണറായി വിജയൻ ഗവൺമെന്റ് ഈ സർക്കാർ, രണ്ടാമത്തെ സർക്കാർ വരുന്നതിന് മുമ്പ് വളരെ ആസൂത്രിതമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ മരമുറി സംഭവം. ശതകോടിക്കണക്കിന് രൂപയുടെ സംരക്ഷിത മരങ്ങൾ മുറിച്ച് കടത്തിയ ഗുരുതരമായ കുറ്റം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് നടന്നത് എന്നുള്ള ആരോപണം ആ സമയത്ത് എല്ലാവരും ഉന്നയിച്ചിരുന്നു.
സംസ്ഥാന ഗവൺമെന്റ് കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അന്വേഷണം നടത്താൻ നിർബന്ധിതരായി. എന്നാൽ ആ അന്വേഷണം പിന്നീട് എങ്ങും എത്താതായതിന്റെ കാരണം രാഷ്ട്രീയമായി CPM-നും CPI-ക്കും ഗവൺമെന്റിനും ഈ കാര്യത്തിലുള്ള താൽപര്യം കൊണ്ടാണ് എന്ന് തെളിഞ്ഞിരിക്കുക. മരമുറി കേസിലെ നിഗൂഢമായ പല സത്യങ്ങളും പുറത്തുവരാൻ കാരണക്കാരനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അവിടുന്ന് പറഞ്ഞുവിടുകയും ഈ മരമുറി കേസിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഏറ്റവും അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുക വഴി സർക്കാർ നിയമവാഴ്ചയെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുകയും കുറ്റവാളികളെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മരമുറി കേസിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാരിനായിരുന്നു. അതിന്റെ പ്രതിഫലം ലഭിച്ചതും CPM CPI നേതാക്കൾക്കും ഗവൺമെന്റിലെ ഉന്നതന്മാർക്കുമായിരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. കേസ് അന്വേഷണം അട്ടിമറിക്കുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന സമീപനമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അഴിമതി കേസുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. മുട്ടിൽ മരമുറി കേസിന്റെ അന്വേഷണം നിലച്ചുപോയതും അത് ശരിയായ ദിശയിൽ മുന്നോട്ട് പോവാതിരുന്നതിനും കാരണം രാഷ്ട്രീയ ഇടപെടലാണ് എന്ന് തെളിഞ്ഞിരിക്കുക. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ കൂടി ഗവൺമെന്റ് എടുക്കുന്ന സമീപനം ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഒരു മതതീവ്രവാദ സംഘടനയുടെ പ്രവർത്തകന്മാർക്ക് പരിശീലനം നൽകാനെടുത്ത തീരുമാനം കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. PFI എന്ന് പറയുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്ന, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന, വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യദ്രോഹ സംഘടനയായിട്ടുള്ള PFI-ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനം പരിശീലനം നൽകാൻ തീരുമാനമെടുത്തു എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. സമീപകാലത്ത് മതതീവ്രവാദ ശക്തികൾ കേരളത്തിൽ ശക്തിപ്പെടുകയാണെന്നും അതിന് PFI തന്നെയാണ് നേതൃത്വം നൽകുന്നതെന്നും ആഭ്യന്തര വകുപ്പിനോ സർക്കാരിനോ അറിയാത്തതല്ല. പക്ഷേ സർക്കാർ PFI-യുടെ നൂറുകണക്കിന് വോളണ്ടിയർമാർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഔദ്യോഗികമായി തന്നെ പരിശീലനം നൽകിയിരിക്കുക. വാർത്ത പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിച്ചതാണ്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തടി തപ്പാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ബലിയാടാക്കിയതുകൊണ്ടോ പ്രശ്നത്തിന്റെ ഗൌരവം അവസാനിക്കുന്നില്ല. ആരാണ് ഈ ഒരു തീരുമാനമെടുത്തത്? പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയ്ക്ക് അവരുടെ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകാനുള്ള തീരുമാനമെടുത്തത് ആരാണ്? ഈ ഉദ്യോഗസ്ഥന്മാരാണോ? ഏതെങ്കിലും 2 ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല ഇത്. ഇത് രാഷ്ട്രീയമായിട്ടെടുത്ത തീരുമാനമാണ്. ഉന്നത തലത്തിലുള്ള അറിവോടുകൂടി നടന്ന തീരുമാനമാണ്. ആരാണ് PFI-ക്ക് സർക്കാർ സംവിധാനം വഴി പരിശീലനം നൽകാനുള്ള തീരുമാനമെടുത്തതെന്ന് കേരളത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. 2 ഉദ്യോഗസ്ഥന്മാരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ഇത്. PFI പോലുള്ള ഒരു സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ, അതും മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലേ, അവരെന്ത് അടിസ്ഥാനത്തിലാണ് പരിശീലനം നൽകിയത്? ആരാണ് അവർക്ക് നയപരമായിട്ടുള്ള ഈ ഒരു തീരുമാനം എടുക്കാൻ അനുവാദം നൽകിയത്? എവിടെയാണ് ഈ തീരുമാനം വന്നത്? അത് ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. PFI പ്രവർത്തകർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പേരിൽ പരിശീലനം നൽകാനെടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഏതെങ്കിലും 2 ഉദ്യോഗസ്ഥന്മാരല്ല, അവർക്ക് ഉത്തരവ് കൊടുത്തത് ആരാണ്, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആരാണ് എന്ന്
പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഒരു അന്വേഷണം നടത്തണം. കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും, അത് എത്ര വലിയ ഉന്നതരായാലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. KSRTC കാസർഗോഡ് ഡിപ്പോയിൽ ഡീസൽ ക്ഷാമം രൂക്ഷം. അന്തർ സംസ്ഥാന സർവീസുകളെ ഇന്ധനക്ഷാമം ബാധിച്ചു. ഉച്ചയോടെ ഡീസൽ എത്തിച്ചില്ലെങ്കിൽ മറ്റ് സർവീസുകളും പ്രതിസന്ധിയിലാവും. ടി ബൈജു ആണ് ചേരുന്നത്. ബൈജു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് പരിഹാരമാർഗം? ഗോപി, നിലവിൽ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് മംഗളൂരു ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന സർവീസുകൾ പലതും മുടങ്ങിയ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നുണ്ട്. ഉച്ചയോടുകൂടി ഡീസൽ എത്തുമെന്നാണ് ഡിപ്പോയിൽ നിന്നും അറിയിക്കുന്നത്. എന്നാൽ ഇതിനുള്ള നടപടിക്രമമൊന്നും ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ സർവീസ് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ KSRTC പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. പ്രധാനമായും ഇവർ പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി മംഗളൂരുവിൽ അവധിയായിരുന്നു. അതുകൊണ്ട് ഡീസൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ പമ്പുകളിൽ നിന്നാണ് കാസർഗോഡ് KSRTC ഇത്തരത്തിൽ ഡീസൽ വാങ്ങുന്നത്. അവിടെ പണം നൽകാനുള്ളത് കൊണ്ട് അവർ ഡീസൽ നൽകുന്നില്ല. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് DTO അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. നിലവിൽ ഈ ശനിയാഴ്ച ഫുൾ ടൈം ആക്കിയ KSRTC ബസ് സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഉച്ചയോടുകൂടി തന്നെ സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അല്പസമയത്തിനകം ഇത്തരത്തിൽ ഡീസൽ ലഭിച്ചില്ലെങ്കിൽ മുഴുവൻ KSRTC സർവീസുകളും കാസർഗോഡ് ജില്ലയിൽ ഡിപ്പോയിൽ ഏകദേശം 61 സർവീസുകളുണ്ട്. ഇതെല്ലാം തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അവസ്ഥ നിലനിൽക്കുന്നത്. ജോലി രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 44 പൈസയും ഡീസലിന് 42 പൈസയുമാണ് കൂട്ടിയത്. തുടർച്ചയായ 15ാം ദിവസമാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. പെട്രോളിന് 9 രൂപയ്ക്ക് മുകളിലും ഡീസലിന് 9 രൂപയോളവുമാണ് ഇക്കാലയളവിൽ വർദ്ധിച്ചത്. അനുദിനം ഉയരുന്ന ഇന്ധനവിലയുടെ ബുദ്ധിമുട്ട് നിസ്സഹായതയോടെ അനുഭവിക്കുകയാണ് സാധാരണക്കാർ. കോഴിക്കോട് നിന്ന് ലിൻഡിഷയുടെ റിപ്പോർട്ട്. രാജ്യത്ത് ഇന്ധനവില തുടർച്ചയായ 15ാം ദിവസവും കൂട്ടിയിരിക്കുകയാണ്. ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇന്ധനവില, അടിക്കടിയുള്ള ഇന്ധന വില വർധന അല്ലെങ്കിൽ ദിവസേനയുള്ള ഇന്ധന വില വർധനവ് എന്ന് തന്നെ പറയാം. വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് മുന്നോട്ട് പോകില്ല സർവീസ്. എന്താ വെച്ചാൽ ഇപ്പൊ 100 രൂപ 58 പൈസയായി. അപ്പോ ഈ ബസ് മുതലാളിമാർക്ക് ഒന്നും കിട്ടുന്നില്ല. ഇത് 250 കിലോമീറ്റർ ഓടുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് 250 കിലോമീറ്റർ ഓടുന്ന 5500 രൂപയുടെ എണ്ണ വേണം. പിന്നെ 3 ജോലിക്കാരുണ്ട് ഇതിൽ. അവർക്ക് 2500 രൂപ ശമ്പളം വേണം. 5500 പോയി 8 രൂപയാണല്ലോ മിനിമം. ഇതിന് ഓടിക്കിട്ടുന്ന പൈസ 8 രൂപയാവുന്നില്ല. കളക്ഷൻ 8 രൂപയാവുന്നില്ല. അപ്പം മുതലാളിമാർ കയ്യിൽ നിന്ന് കൂട്ടിയിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തരത്തിലും യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇന്ധന വില വർധനവ് ഇങ്ങനെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള തുക നമുക്ക് ഇന്ധനത്തിൽ തന്നെ ചെലവാകുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പം ടാക്സി വണ്ടികളായാലും മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ മുതലാവോ ഓടിയ പൈസക്ക് എണ്ണ അടിക്കാനേ തികയുന്നില്ല. പനി വേണ്ടേ? പനി കുറവാ. കോവിഡ് കാലം കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അത് ജനങ്ങളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ സർക്കാർ സഹായിക്കാതെ ഇത്തരത്തിലുള്ള ഇന്ധനവില വർധനവ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്കുണ്ടാക്കുന്നത്. ഇന്ധന വിലവർദ്ധനവിനെതിരെ സംസ്ഥാന വ്യാപക സമരവുമായി കോൺഗ്രസ്. കൊച്ചിയിൽ VT ബൽറാമിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കാരണം ഇതൊരു കേവല രാഷ്ട്രീയ സമരമല്ല. കൊണ്ട് ഈ നാട്ടിലെ ഈ രാജ്യത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് ബോധ്യമാവുകയാണ്. ഈ വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലക്കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം. ആശിഷ് മിശ്രയുടെ ജാമ്യത്തിനെതിരെ ഹർജി നൽകാത്തതിനാലാണ് വിമർശനം. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എന്തൊക്കെയാണ് കോടതിയിലുണ്ടായത്? ഗോപികൃഷ്ണൻ, ലഖിംപൂരിലെ കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയും അങ്ങനെ 8 കർഷകർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ആയിരുന്നു അജയ് മിശ്രയെ പോലീസ് പിടികൂടുകയും അതിനുശേഷം കോടതിയെ സമീപിച്ചുകൊണ്ട് ആശിഷ് മിശ്രയെ പോലീസ് പിടികൂടുകയും പിന്നീട് കോടതിയെ സമീപിച്ചുകൊണ്ട് ആശിഷ് മിശ്ര ജാമ്യം നേടുകയും ചെയ്തത്. ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ആണ് ഹർജിയിൽ ഉന്നയിച്ചത്. ഈ ഹർജിയിന്മേൽ ഉത്തർപ്രദേശ് സർക്കാരിനോടും മറ്റ് കക്ഷികളോടും വിശദീകരണം
വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം നൽകിയ മറുപടിയിൽ ഉൾപ്പെടെ ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, കോടതിയെ സമീപിക്കുന്നതിന് ഉള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മറുപടി മാത്രമാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിനെയാണ് കോടതി അതിരൂക്ഷമായി വിമർശിച്ചത്. പ്രത്യേകിച്ച് കോടതി തന്നെ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയും ആ സമിതി തന്നെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പോലും ജാമ്യത്തിനെതിരെ കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉത്തർപ്രദേശ് തയ്യാറായില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായത്. എന്തുകൊണ്ടാണ് ജാമ്യം റദ്ദാക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യപ്പെടാത്തത് എന്ന് കോടതി ചോദിച്ചു. മാത്രവുമല്ല, ഈ കർഷകരുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയത് പ്രതിയെ സഹായിക്കുന്ന സമീപനം ആണ് കീഴ്ക്കോടതിയിലടക്കം ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതായിരുന്നു. അതേസമയം അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാർ. ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് ഉത്തർപ്രദേശിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അവസാനിച്ചിട്ടുള്ള പശ്ചാത്തലമാണ്. വിധി പറയുന്നതിന് വേണ്ടി ഇപ്പോൾ ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. ശരി. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ചുള്ള ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ചാൻസലർ എന്ന നിലയിലാണ് ഗവർണർക്ക് കോടതി നോട്ടീസ് അയച്ചത്. സംസ്ഥാന സർക്കാർ, കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്നിവർക്കും സുപ്രീം കോടതി നോട്ടീസ് നൽകി. കേരളത്തിൽ നിന്നുള്ള പുതിയ രാജ്യസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. CPM അംഗമായ A റഹീം, CPI അംഗം അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, കോൺഗ്രസ് അംഗം ജബി മേത്തർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജബി മേത്തർ, റഹീം എന്നിവർ ഇംഗ്ലീഷിലും സന്തോഷ് കുമാർ മലയാളത്തിലുമാണ് സത്യവാചകം ചൊല്ലിയത്. Having been elected a member of the Council of States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ശ്രീ സന്തോഷ് കുമാർ ആയ ഞാൻ രാജ്യസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ A റഹീം. I, A റഹീം, having been elected a member of the Council of States, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. 2 വർഷത്തിന് ശേഷം രാജ്യത്ത് കോവിഡ് പ്രതിദിന കേസുകൾ 1000-ൽ താഴെയെത്തി. 24 മണിക്കൂറിനിടെ 913 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 715 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗബാധിതരുടെ എണ്ണം 1000-ൽ താഴെയെത്തുന്നത്. 13 മരണവും 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 12597 ആക്റ്റീവ് കേസുകളാണുള്ളത്. കോവിഡ് കാലത്തെ ഓൺലൈൻ മതപരിപാടികൾ മറയാക്കി വ്യാജ ആത്മീയ നേതാക്കൾ വളരുന്നതായി സമസ്തയിൽ പരാതി. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സയ്യിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ SYS പുഴുതന മേഖലാ കമ്മിറ്റി സംഘടനയ്ക്ക് പരാതി നൽകി. ഒരു ലക്ഷം കഴിഞ്ഞിട്ട് അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാൾ കുറച്ചാണ്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരാ. ഈ പള്ളി നിങ്ങൾ തരുന്ന പൈസ ഉണ്ടാക്കില്ല. പാലക്കാട് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നയാൾ തുടങ്ങിയ ആത്മീയ പരിപാടിക്കെതിരെയാണ് സമസ്തയിൽ എതിർപ്പുയരുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈനായി തുടങ്ങിയ പരിപാടി ഓഫ്ലൈനായതോടെ വൻ ജനക്കൂട്ടം ഒഴുകിയെത്തി. ആത്മീയ ചികിത്സയുടെ പേരിൽ വൻതോതിൽ പണം സ്വരൂപിക്കുന്നതായും സമസ്ത നേതാക്കളെയും സ്ഥാപനങ്ങളെയും ഇതിനായി ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട്. ഹാമിദ് കോയ തങ്ങൾക്ക് ആത്മീയ മത പഠനമോ പരിചയമോ ഇല്ലെന്നും വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും കാണിച്ച് SYS പൊഴുതന മേഖലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. ആത്മീയ തട്ടിപ്പ് അന്വേഷിക്കാൻ SYS 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ച ശേഷം തുടർ നടപടിയെടുക്കാനാണ് തീരുമാനം. ഈ തരത്തിലുള്ള എല്ലാ ഏടാകുടങ്ങളും വേണ്ടാവൃത്തികളും നടത്തുന്ന ആളുകൾ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും ശരി, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോ സൂഫിയാക്കളോ മഹാത്മാക്കളോ അല്ല. ഈ മാനദണ്ഡം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജസിദ്ധന്മാർക്കെതിരെ നാം സന്ധിയില്ലാ സമരം നടത്തേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള പാത, നൂറെ ഹബീബ് എന്നീ പേരുകളിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് തങ്ങൾ കൂടുതലായി ആത്മീയ പരിപാടികൾ നടത്തുന്നത്.
സമസ്തയുടെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ച പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. പരാതി ഉയർന്നതോടെ ഇതെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. വ്യാജ ആത്മീയ സദസ്സുകളിൽ നിന്ന് സമസ്ത പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് SKSSF-ഉം ജമിയത്തുൽ മുഅല്ലിമീനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പരാതിയെക്കുറിച്ചും SYS അന്വേഷണത്തെക്കുറിച്ചും ടെലിഫോണിൽ പ്രതികരിക്കാൻ ഹാമിദ് കോയ തങ്ങൾ തയ്യാറായില്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. പാർട്ടി കോൺഗ്രസിനൊരുങ്ങി കണ്ണൂർ. റെഡ് സല്യൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, റെഡ് സല്യൂട്ട്. AKGയുടെ പേരുള്ള നഗരിയിലാണ് CPM 23ാം പാർട്ടി കോൺഗ്രസിന്റെ പൊതുസമ്മേളനം നടക്കുന്നത്. സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ തയ്യാറെടുക്കുന്ന കണ്ണൂരിലെ പ്രവർത്തകർക്ക് AKGയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കരുത്താണ്. കണ്ണൂർ പെരളശ്ശേരിയിലെ മക്രേരിയിൽ ജനിച്ച ആയില്യത്ത് കുറ്റ്യേരി ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ജനനായകനാക്കി മാറ്റുന്നതിൽ നാടുവഹിച്ച പങ്ക് നിർണായകമാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന വിശേഷണം നേടിയ AKGയുടെ മനസ്സ് എപ്പോഴും അവശത അനുഭവിക്കുന്നവർക്കൊപ്പമായിരുന്നു. അവരോടൊപ്പം ജീവിച്ചും അവർക്ക് വേണ്ടി നിലകൊണ്ടും AKG എന്ന വിപ്ലവ വീര്യം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എന്റെ ജീവിതകഥയിൽ AKG ഇങ്ങനെ കുറിച്ചിട്ടു: എന്റെ നാട്ടിലെ മണ്ണിന്റെ മക്കളുടെ കൂടെ നിന്ന് സമരം ചെയ്തു വളർന്ന എനിക്ക് അവരുടെ കൂടെ നിന്ന് നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കാളിയാകുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെയില്ല. AKG എന്നും കണ്ണൂർ മാത്രമല്ല, കേരളം, ഇന്ത്യ ഓർമ്മിക്കുന്ന ഒരു പേരാണത്. ഒരു വിപ്ലവകാരിയാണ്, കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ സംരക്ഷകനാണ്. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി ഓഫീസുകളും ആക്രമിക്കപ്പെട്ടപ്പോൾ AKG സ്വന്തം നാടായ പെരളശ്ശേരിയിലേക്ക് ഓടിയെത്തി. അധികാരത്തിന്റെയല്ല, സമരത്തിന്റെ പാതയിലായിരുന്നു എപ്പോഴും AKG. നാട്ടിലെ പാവപ്പെട്ടവരുടെ ഹൃദയ വികാരങ്ങൾ ഉണ്ടാവുമെന്നാണ്. അതായിരുന്നു AKG തീർച്ചയായും പാർട്ടിയുടെ കോൺഗ്രസ് ഇവിടെ ആദ്യമായി നടക്കുമ്പോൾ പാർട്ടി പ്രവർത്തകന്മാർക്ക് കരുത്താണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുസമ്മേളന നഗർ AKG നഗർ എന്ന് പേരിട്ടത്. തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി രാജ്യം മുഴുവൻ സഞ്ചരിക്കുമ്പോഴും സ്വന്തം നാടായ പെരളശ്ശേരിയോടും കണ്ണൂരിനോടും AKG ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. ക്യാമറാമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. പാലാ ഭരണകാലം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കി. കോൺഗ്രസ് പ്രതിനിധി ജോസൂട്ടി അമ്പലമറ്റത്തിനെതിരെയാണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത്. LDF സ്വതന്ത്രരായ രണ്ടുപേരുടെ പിന്തുണയിലാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത, വിശദാംശങ്ങൾ. ഗോപി, തീർച്ചയായും കേരള കോൺഗ്രസ് CPM വലിയ സഖ്യം നിലനിൽക്കുന്ന ജില്ലയാണ് കോട്ടയം. അവിടെയാണ് ഒരു പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് ഭരണങ്ങാനം പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കേരള കോൺഗ്രസ് പ്രതിനിധിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് LDF സ്വതന്ത്രരായ രണ്ടുപേരുടെ പിന്തുണയിലാണ് ഈ അവിശ്വാസം പാസ്സാക്കിയത് എന്നുള്ളതാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന, കോൺഗ്രസ് ഉൾപ്പെടെ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാക്കിയത് എന്നുള്ളതാണ്. ഈ രണ്ട് LDF സ്വതന്ത്രരുടെ പിന്തുണയോടെയായിരുന്നു ഈ ഭരണം കഴിഞ്ഞ ഒരു വർഷം. തീർച്ചയായും പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ തന്നെയാണ് കേരള കോൺഗ്രസിനും CPM-നും ഇടയിൽ ഉണ്ടായ ഒരു ഭിന്നതയായി പ്രാദേശികമായി ഇത് ഉയർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും പാലാ നഗരസഭയിലടക്കം ഇരു പാർട്ടികളും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരിടത്ത് ഈ അവിശ്വാസത്തിലൂടെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത്. ഗോപി, ശരി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നയാളും കേസിലെ 4ാം പ്രതിയുമായ വിജീഷിന് ജാമ്യം. കേസിൽ ഇനി 1ാം പ്രതി പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നത്. പോലീസ് പീഡനം ആരോപിച്ച് നടി കാവ്യ മാധവന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്ന കേസിൽ ജാമ്യം നൽകാതെ ജയിലിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നായിരുന്നു വിജീഷിന്റെ വാദം. കേസിൽ സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം നൽകുന്നതും പ്രതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നടിയെ ആക്രമിച്ച സംഘത്തിൽ അത്താണി മുതൽ ഉണ്ടായിരുന്നയാളാണ് വിജീഷ്. കേസിലെ മറ്റൊരു പ്രതി മാർട്ടിന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിജീഷ് കൂടി പുറത്തിറങ്ങുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത് 1ാം പ്രതി പൾസർ സുനി മാത്രമാണ്. ഇയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു.
മുൻകൂർ നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്ന ഉത്തരവോടെയാണ് കാവ്യമാധവന്റെ സ്ഥാപനം ലക്ഷ്യയിലെ മുൻ ജീവനക്കാരൻ സാഗർ വിൻസെന്റിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സാഗറിനെ ഉപദ്രവിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. കള്ളത്തെളിവ് ചമയ്ക്കാൻ ഡിവൈഎസ്പി ബൈജു പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തുന്നെന്നായിരുന്നു സാഗർ വിൻസെന്റിന്റെ പരാതി. ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ക്രൈംബ്രാഞ്ച് നൽകിയ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും കോടതി നിരസിച്ചു. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചവറയിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിന് മുകളിലേക്ക് കാറ് പാഞ്ഞു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ശ്രീ കെ സുധാകരൻ, VD സതീശൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 15,000-ഓളം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി സമ്മേളനം മെയ് മാസം 3-ാം തീയതി. INTUCയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗവും അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ, കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന ദേശീയ പണിമുടക്ക്, ഇനിയുള്ള ഭാവി പരിപാടികളെല്ലാം INTUCയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ വിലയിരുത്തുകയും തീരുമാനിക്കുകയും ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മെയ് 3-ാം തീയതി തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റുള്ള അൽസാജ് അരീന എന്ന് പറഞ്ഞ പുതിയ കൺവെൻഷൻ സെന്റർ, അവിടെ വിശാലമായ പന്തൽ ഉണ്ടാക്കി, ഓഡിറ്റോറിയവും പന്തലും ഉൾപ്പെടുത്തി ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 15,000 തൊഴിലാളികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റുകൾ പങ്കെടുക്കും. അതിൽ 1000 സ്ത്രീകൾ, 500 ചെറുപ്പക്കാർ, ബാക്കിയുള്ള INTUC മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലോട്ടുള്ള ഡെലിഗേറ്റുകൾ, ഇത്രയുമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ സമ്മേളനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ തൊഴിലാളി പ്രസ്ഥാനത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമ്മേളനമായിരിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി MP കൂടി പങ്കെടുക്കുമ്പോൾ അതിന് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സമ്മേളനമായിട്ടത് മാറും എന്ന് കരുതുന്നു. AK ആന്റണി അതിൽ പങ്കെടുക്കുന്നുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും അതിൽ പങ്കെടുക്കുന്നതാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചത്. ഈ സമ്മേളനത്തിന് വേണ്ട എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സമ്മേളനം വിജയിപ്പിക്കണം. നിങ്ങളെല്ലാം പ്രത്യേകം ക്ഷണിക്കും. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാകണം. 2 ദിവസം മുഴുവൻ അവിടെ ഉണ്ടാകണം. ഞങ്ങളോടൊപ്പം, നമ്മളോടൊപ്പം ഒന്നിച്ച് നമുക്കവിടെ കഴിഞ്ഞുകൂടി രാജ്യത്തെയും ലോകത്തെയും ഒക്കെ INTUCയുടെ ലോകത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUC. 4 കോടി മെമ്പർഷിപ്പുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUC. ലോകത്തിലെ തന്നെ ITUC റേറ്റിംഗ് അനുസരിച്ച്, ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഡെമോക്രാറ്റിക്കലി ഫംഗ്ഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ തൊഴിലാളി സംഘടന INTUC ആണ്. അതുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനയുടെ 75ാമത് ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ തൊഴിലാളി പ്രവർത്തന മേഖലകളിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പോകുന്ന ഒരു സമ്മേളനമായിരിക്കും. ഇല്ല, കോൺഗ്രസിന്റെ പോഷക സംഘടനയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഭരണഘടന, അതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ്, അവിടെ മുതൽ ഇങ്ങോട്ട് ഇതെല്ലാം നമുക്കെല്ലാം തുറന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയുള്ള
ആചാര്യ കൃപലാനി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും അന്നത്തെ ഇടക്കാല പ്രധാനമന്ത്രിയും ഇടക്കാല ആഭ്യന്തരമന്ത്രിയും കൂടി പങ്കെടുത്തുകൊണ്ടാണ്, അന്ന് പൂർണ്ണ ഗവൺമെന്റ് ആയില്ലല്ലോ, 47 മെയ് എന്ന് പറയുമ്പോൾ ആഗസ്റ്റിലാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അത്രമാത്രം കോൺഗ്രസുമായി ഇഴുകിച്ചേർന്നുണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. മാത്രവുമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തൊഴിലാളി സംഘടനകളുടെ ഏറ്റവും നിർണായകമായ സ്വാധീനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം വിജയിപ്പിച്ചത്. ഏതൊരു സമരവും വിജയിക്കുന്നതിന് അടിസ്ഥാനപരമായി ശക്തി പകരുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികൾ തന്നെയാണ്. എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ശക്തിയാണ് ഏതൊരു മൂവ്മെന്റിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും കടന്നു വരുന്നത്, ഞാൻ KSUവിൽ കൂടെ വന്ന ആളാണ്, യൂത്ത് കോൺഗ്രസിൽ കൂടെ വന്ന ആളാണ്, അത് കഴിഞ്ഞ് INTUC ആയി, അങ്ങനെ പോകുന്നു. എല്ലാവരും സമരങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായ മുന്നേറ്റങ്ങളും ഒക്കെ നടത്തി കടന്നു വരുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമരമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം. എത്ര ആയിരം ജനങ്ങളല്ലേ, എത്ര ലക്ഷം ജനങ്ങൾ മരിച്ചു വീണ ഒരു പോരാട്ടമാണ്. അതൊന്നും അക്രമകാരികളായതുകൊണ്ടല്ല. മുന്നോട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായി പോകുമ്പോൾ സ്വാഭാവികമായും കുറേയേറെ തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ പൊതുപ്രവർത്തകർക്കും ബാധ്യതയുള്ളതാണ്. അങ്ങനെയാണ് എല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. എല്ലാവരും, ഞങ്ങളെപ്പോലുള്ളവരെല്ലാം കടന്നു വന്നത് അങ്ങനെയാണ്. ഇല്ലേ, വേണ്ട. ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവരുടെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, വെബ്സൈറ്റിലുണ്ട്. അതിൽ INTUC അവരുടെ പോഷക സംഘടനകളുടെ ലിസ്റ്റിൽ തന്നെയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അവരുടെ റെക്കോർഡുകളിലും INTUC അവരുടെ പോഷക സംഘടനകളുടെ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു സംഘടന തന്നെയാണ്. അത് പക്ഷേ BD സതീശനെ പോലെ പ്രതിപക്ഷ നേതാവ് ഒരു സമരവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലാണ് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലാണ് അദ്ദേഹം കേരളമാസകലം വലിയ അക്രമങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മറുപടി പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നത്, ഒരു സത്യാഗ്രഹം നടത്തിയാൽ കുറെ ആൾക്ക് അസൗകര്യം വരും, ഒരു ജാഥ നടത്തിയാൽ കുറെ ആൾക്ക് അസൗകര്യം വരും, പരിസ്ഥിതി പ്രവർത്തകർ പോലും ജാഥ നടത്തിയാൽ ആൾക്ക് അസൗകര്യം വരും. ഈ ജാഥയും പൊതു മൂവ്മെന്റും സത്യാഗ്രഹങ്ങളും നിരാഹാര സത്യാഗ്രഹങ്ങളും ഒക്കെ എന്ത് സമരം നടത്തിയാലും, ജനകീയ പ്രക്ഷോഭങ്ങൾ എന്ത് നടന്നാലും, അത് എത്ര സമാധാനപരമായാലും കുറച്ച് ആൾക്ക് അസൗകര്യം ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ നടത്തിയത് 48 മണിക്കൂർ നീണ്ടു നിന്ന ഏറ്റവും ശക്തമായ ഒരു വലിയ പണിമുടക്ക് സമരമാണ് നടത്തിയത്. ആ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അക്രമവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല, ഒരു കാലത്തും ആഗ്രഹിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമരവുമായി പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ ചില സ്ഥലത്ത് വന്നു പോയാൽ അതിന് നമുക്ക് എല്ലാവരെയും കൂടി അടച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല. അത് ആ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലത്തെ പ്രചരണ പരിപാടികൾ ഇവിടെ നിങ്ങളോട് തന്നെ, ഇവിടെ കേസരി മെമ്മോറിയൽ ഹാളിൽ തന്നെ നിങ്ങളോട് തന്നെ ഞങ്ങൾ അപേക്ഷിച്ചു. ഇരുചക്ര വാഹനങ്ങൾ അന്ന് 2 ദിവസം ഒഴിവാക്കണം നമ്മൾ പറഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ അന്ന് ഒഴിവാക്കണം, ഞങ്ങളുടെ സമരത്തോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം എളിയ അഭ്യർത്ഥനകൾ പോലും പാലിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ അത്യാവശ്യമായി പോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് അവിടെയോ ഇവിടെയോ ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മൊത്തമായി അടച്ച് ആക്ഷേപിച്ച് പണിമുടക്കിയ മുഴുവൻ തൊഴിലാളികളുടെയും മുഖം അക്രമകാരികളുടെ മുഖമാക്കി മാറ്റാൻ ദയവായി ശ്രമിക്കാതിരിക്കുക. ആരും അങ്ങനെ ശ്രമിക്കരുത്. അല്ല, അതെനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഇത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണോ എന്ന്.
അതിന്റെ രേഖകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഔദ്യോഗിക രേഖകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, നീ അതിന്റെ വിശദാംശം പറയണോ? 1956 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തോട് നടത്തിയ ഏറ്റവും വലിയൊരു പ്രസംഗത്തിൽ INTUCയുടെ സ്ഥാനം എന്താണെന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. 2, ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളിൽ, തൊഴിലാളി സമരങ്ങളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകൾ പങ്കെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. 3, INTUCയുടെ ദേശീയ സമ്മേളനങ്ങളിൽ, സംസ്ഥാന സമ്മേളനങ്ങളിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നത്. ഇന്ദിരാഗാന്ധി അടക്കം, പണ്ഡിറ്റ് നെഹ്റു അടക്കം, ഇങ്ങോട്ട് എല്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ INTUCയുടെ എറണാകുളത്ത് നടന്ന പ്ലീനറി സമ്മേളനത്തിൽ അവരുടെ പ്രോഗ്രാം കൺഫേം ചെയ്തു. പക്ഷേ തലേദിവസം പൂനെയിൽ പോയപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയി വിമാനം ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ ഒരു സന്ദേശം കൊടുത്ത് പ്രണബ് കുമാർ മുഖർജിയെ വിട്ടു, അന്നത്തെ ധനകാര്യമന്ത്രി. അദ്ദേഹമാണ് 2009 കൊച്ചിയിൽ വന്ന് 29ാമത് പ്ലീനറി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷയുടെ സന്ദേശം വായിച്ചത്. ആ സന്ദേശം നമ്മുടെ റെക്കോർഡുള്ള കാര്യമായി പറയുന്നതൊക്കെ. ആ സന്ദേശത്തിൽ അതെന്താ പറയുന്നത്? INTUC ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോഷക സംഘടനയാണോ? കോൺഗ്രസും INTUC എന്ന് പറഞ്ഞാൽ രണ്ടല്ല. ഞങ്ങൾ ഒരു തൊഴിലാളിയുടെ മെമ്പർഷിപ്പ് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ആ തൊഴിലാളിയും ആ കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം അത് ഒരു തൊഴിലാളി ഇന്ത്യൻ ഭരണഘടന പഠിച്ച്, INTUCയുടെ ഭരണഘടന പഠിച്ച്, കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന പഠിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ മതിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടനയുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും പണിമുടക്ക് നടക്കുന്ന തൊഴിലാളിയുടെ മനസ്സിലുള്ള വികാരം അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ്. അവിടെ കോൺഗ്രസിന്റെ 1ാം നമ്പർ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. രാജ്യത്ത് 1ാം നമ്പർ ശത്രു BJP ആണ്. BJPയുടെ കേന്ദ്ര ഗവൺമെന്റാണ്. അതിനെതിരെയുള്ള സമരമാണ് നടത്തിയത്. ആ സമരത്തിന്റെ കാര്യത്തില് ഇപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം വന്നാൽ അത് നമ്മൾ വലിയൊരു വിഷയമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊഴിലാളികൾക്ക്, INTUC മെമ്പർമാർക്ക് ഒരു INTUCയുടെയോ കോൺഗ്രസിന്റെയോ ഭരണഘടന പഠിച്ചിട്ടല്ല അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പണിമുടക്കാൻ സംഘടനകൾ ആവശ്യപ്പെടുന്നു, പണിമുടക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ഭാഗമാണ് അത് നടക്കുന്നത്. ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. ഒരു പണിമുടക്കിൽ അക്രമം അല്ല, മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു പ്രക്ഷോഭം നടന്നിട്ട് വല്ല സംഭവം ഉണ്ടായോ അവിടെ? അല്ല, അതൊക്കെ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. എന്നെ ഒരു ചാനൽ, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, അത് ഇത് പ്രത്യേകം നിങ്ങൾ കിടന്ന് വിഷമിച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ട. എന്നെ ഒരു ചാനലിലെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. പണിമുടക്കിന്റെ ആദ്യത്തെ ദിവസം രാത്രിയിൽ 8 മണിക്ക് 28ാം തീയതി രാത്രിയിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ചയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ പണിമുടക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഐ ആം പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നമ്മൾ പ്രിപ്പയർഡ് ആണ്. ആ ചാനൽ ചർച്ചയ്ക്കകത്ത് 3 പാനലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 1 കിറ്റക്സിന്റെ മുതലാളി സാബു, 2 AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, 3 ഞാനും. ആദ്യം സാബുവിനോട് ചോദിക്കുന്നു. സാബുവിനെ കൊണ്ട് പറയിക്കാവുന്നതൊക്കെ പറഞ്ഞു. സമരത്തിന് വിരുദ്ധമായ ഒരു നിലപാടുകളൊക്കെ അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് KP രാജേന്ദ്രനോട് സംസാരിക്കുന്നു. KP രാജേന്ദ്രൻ വർത്തമാനം പറയാൻ ഈ ഒരു അവതാരകൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു KP രാജേന്ദ്രനെ പോലെ ഒരാളിനോട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചാനൽ ചർച്ചയാണോ വേണ്ടത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയാൻ ശ്രമിച്ചു. എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ വിളിച്ച് മുതലാളിയോട് ആദ്യം ചോദിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരത്തിൽ മുതലാളിക്ക് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല, മുതലാളിമാരുടെ കാര്യമേ ഇതിൽ വരുന്നില്ല. പക്ഷെ ഒരു കേരളത്തിനെ മൊത്തം അപമാനിച്ച് കേരളം മുഴുവൻ പ്രശ്നമാണെന്ന് കണ്ട് ആരുടെയോ ഹെലികോപ്റ്റർ വരുത്തി തെലങ്കാനയിലേക്ക് പോയൊരു മുതലാളിയെ കൊണ്ട് തിരുത്തിക്കൊണ്ട് ഞങ്ങളെ പോലുള്ളവരെ വിളിച്ചിരുത്തി ഒരു സമരത്തിന്റെ, ദേശീയ പണിമുടക്കിന്റെ ഒരു മധ്യത്തിൽ വെച്ച് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞിട്ട് പോരെ. നിങ്ങൾ എന്തിനാ വെപ്രാളം പിടിക്കുന്നത്? ഞാൻ പറയുമ്പോൾ 3ാമത് എന്റെ അടുത്ത് സംസാരിക്കുന്നു. ഞാൻ ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ചർച്ച ചെയ്യാനും മറുപടി പറയാനും ബാധ്യസ്ഥനാണ്. ആ ചർച്ചയ്ക്കാണ് പോയത്.
ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷനിലേക്ക് പോയി. എന്തിനാ പോയെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുക, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ എപ്പോഴും തയ്യാറാണ്. അല്ല, എന്നോടല്ലേ ചോദിച്ചത്, എനിക്കറിയാമല്ലോ, ഞാനല്ലേ പറയുന്നത്. ഇപ്പോൾ ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷെ അതിന്റെ ചർച്ചയായിരിക്കണം. എന്നെ സംബന്ധിച്ച് പൊതുജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനൊന്നും ഒരു ആശങ്കയില്ല. അതുകൂടാതെ അദ്ദേഹം ഉടൻ തന്നെ പോയത് 2013 UPA ഗവൺമെന്റാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു അതും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറ്. നിങ്ങൾ ആരെങ്കിലും കണ്ടു കാണുമല്ലോ, അതും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറ്. പക്ഷെ ആ ഒരു ചർച്ചയ്ക്ക് വേണം വിളിക്കാൻ. ഞാൻ അതുമല്ല 2013 1991 മുതൽ 2022 വരെ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വി ആർ പ്രിപ്പയർഡ്. ഞാൻ INTCയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പത്രധർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭാഗം, ഞാൻ വിശ്വസിക്കുന്ന ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ ചർച്ചയിൽ ആ സബ്ജക്റ്റ് ചോദിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സബ്ജക്റ്റ് മാറി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയപ്പോൾ കൊന്നനും കുത്താൻ ആഗ്രഹിച്ചതുപോലെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ കീഴ്പ്പെടുത്താനുള്ള ഒരു ദുഷ്ടലാക്കോടെയുള്ള ചോദ്യം എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചത്. അതിലെനിക്ക് പ്രശ്നമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വർത്തമാനം പറഞ്ഞു എന്നുള്ള ധാരണ എനിക്കുണ്ട്. അതിനാണ് ഞങ്ങളൊരു സംയുക്തമായിട്ട്, അപ്പോൾ കരീമിനെ കുറിച്ച് പറഞ്ഞു, കരീമിനും അതുപോലെ തന്നെ ഇൻസൾട്ടഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സംയുക്ത ട്രേഡ് യൂണിയൻ വേദിയിൽ ഞാൻ സംസ്ഥാന സമിതിയുടെ ചെയർമാൻ, നമുക്ക് അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചല്ലേ പറ്റൂ. അതാണ് ഒരുമ. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞ്, ആ മാധ്യമത്തിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഈവൻ ഈ പറഞ്ഞ അവതാരകരുടെ വിരോധമില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രതിഷേധം ഞങ്ങളും കാണിക്കണ്ടേ? നമ്മളോട് അൺഎത്തിക്കലായിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മളെ കീഴ്പ്പെടുത്താൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അത് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് KV തോമസിന് അനുമതി നിഷേധിച്ച ഹൈക്കമാൻഡ്. CPM സെമിനാറിൽ പങ്കെടുക്കരുതെന്ന KPC നിലപാടിൽ മാറ്റമില്ല. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 3 നേതാക്കളെയാണ് പ്രധാനമായും ഈ CPIM ക്ഷണിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂരും അതോടൊപ്പം തന്നെ KV തോമസ് എന്നിവരെയാണ്. ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തു വരികയും ഇവർക്ക് അനുമതി നൽകാനാവില്ല എന്ന് KPCC നേതൃത്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 2 നേതാക്കൾക്കും നിലവിലെ സാഹചര്യത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. എന്നാൽ അതിനുശേഷം ഈ CPIMന്റെ ഭാഗത്ത് നിന്ന് തന്നെ KV തോമസ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകിയിട്ടില്ല എന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്നുമുള്ള പ്രതികരണം CPIMന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി. KV തോമസും ഏതാണ്ട് സമാനമായ തരത്തിൽ തന്നെ പ്രതികരിച്ചു. അതായത് ഹൈക്കമാൻഡിനെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഒപ്പം CPIMന്റെ സെമിനാറിന്റെ സ്വഭാവം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡാണ് അനുമതി നൽകേണ്ടത് അന്തിമമായി എന്നും KV തോമസ് വ്യക്തമാക്കി. ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ് എന്നാണ് ഹൈക്കമാൻഡ് പ്രതികരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ഈ സെമിനാറിൽ പങ്കെടുക്കാനാവില്ല. KPCC ഇങ്ങനെ ഒരു തീരുമാനമാണ്, KPCC നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് എന്നും ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കണമെന്നും താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ആവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഇത് അന്ന് തന്നെ, അതായത് ഇങ്ങനെയൊരു വിഷയം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിന്റെ നേതൃത്വത്തിന്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിച്ചതാണ് എന്നും നിലവിൽ ഇനി ഈ വിഷയം പുനഃപരിശോധിക്കേണ്ടതില്ല എന്നുമാണ്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.